പോപ്സ് ഡൗൺ ദി ഏജസ്. മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. 18ാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പോൻഷ്യൻ അഥവാ പോണ്ടിയാനസ് എന്ന പിതാവിൻ്റെ ചരിത്രം. AD 230 മുതൽ 235 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ചരിത്രത്തിൽ ആദ്യമായി മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ച വ്യക്തി എന്ന നിലയിലാണ് പോൻഷ്യൻ പിതാവ് പ്രധാനമായും അറിയപ്പെടുന്നത്. കൽഫൂർണിയസ് എന്ന വ്യക്തിയുടെ മകനായി റോമിൽ ജനിച്ച അദ്ദേഹം സഭയുടെ ഐക്യത്തിനു വേണ്ടി സ്വന്തം അധികാരം വേണ്ടെന്ന് വെച്ച വലിയൊരു ഇടയനായിരുന്നു. അലക്സാണ്ടർ സെവേരസ് ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന സമാധാനം പെട്ടെന്ന് അവസാനിച്ചു. അദ്ദേഹത്തിന് ശേഷം അധികാരമേറ്റ മാക്സിമിനസ് ത്രാക്സ് എന്ന ചക്രവർത്തി ക്രൈസ്തവരോട് വലിയ വിരോധം കാണിച്ചു. സഭയുടെ നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ച് അദ്ദേഹം പീഡനങ്ങൾ ആരംഭിച്ചു. പോൻഷ്യൻ പിതാവിനെ പിടികൂടി സാർഡീനിയയിലെ ക്രൂരമായ ഖനികളിലേക്ക് നാടുകടത്തി. മരണത്തിൻ്റെ ദ്വീപെന്ന് അറിയപ്പെട്ടിരുന്ന അവിടെ കഠിനമായ ജോലികളാണ് അദ്ദേഹത്തിനെ കാത്തിരുന്നത്. താൻ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പായപ്പോൾ സഭയുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കുവാൻ AD 235 സെപ്റ്റംബറിൽ അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചു. സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ മാർപ്പാപ്പായുടെ രാജിയായിരുന്നു ഇത്. തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ സഭയുടെ നിലനിൽപ്പിന് അദ്ദേഹം പ്രാധാന്യം നൽകി. ഇതോടെ സഭയ്ക്ക് പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ചെയ്തതുപോലെ സഭയുടെ നന്മയ്ക്കായി അധികാരം ഒഴിഞ്ഞു മാറുന്ന മാതൃക പോൻഷ്യൻ പിതാവും കാണിച്ചു തന്നു. സാർഡീനിയയിലെ ഖനിയിൽ പോൻഷ്യൻ പിതാവിന് കൂട്ടുണ്ടായിരുന്നത് സഭയിലെ ആദ്യത്തെ ആൻറ്റി പോപ്പ് അഥവാ പ്രതിമാർപ്പാപ്പ ആയ ഹിപ്പോളിറ്റസ് ആയിരുന്നു. വർഷങ്ങളായി സഭയുമായി പിരിഞ്ഞു നിന്നിരുന്ന അദ്ദേഹം ഖനിയിലെ ദുരിതങ്ങൾക്കിടയിൽ പോൻഷ്യൻ പിതാവുമായി അനുരഞ്ജനപ്പെട്ടു. തൻ്റെ അനുയായികളോട് സഭയിലേക്ക് മടങ്ങിപ്പോകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മരണത്തിന് തൊട്ടു മുൻപ് നടന്ന ഈ വലിയ ഒത്തുതീർപ്പ് സഭയിലെ വലിയൊരു പിളർപ്പൊഴിവാക്കുവാൻ സഹായിച്ചു. ശത്രുക്കൾ മിത്രങ്ങളായി മാറിയ ഹൃദയസ്പർശിയായ നിമിഷമായിരുന്നു അത്. നാടുകടത്തപ്പെടുന്നതിനു മുൻപ് സഭയുടെ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ ശ്രദ്ധ നൽകിയിരുന്നു. പാവങ്ങൾക്കുള്ള സഹായങ്ങൾ വിതരണം ചെയ്യുന്നതിനും കല്ലറകൾ സംരക്ഷിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. ആരാധനക്രമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും വിശ്വാസപരമായ തർക്കങ്ങൾ പരിഹരിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു. വരാനിരിക്കുന്ന കഠിനമായ പീഡനങ്ങളെ നേരിടുവാൻ സഭയെ ആത്മീയമായും ഭരണപരമായും അദ്ദേഹം സജ്ജമാക്കി. AD 235 നവംബറിൽ കഠിനമായ മർദ്ദനമേറ്റ് ഖനിക്കുള്ളിൽ വെച്ച് പോൻഷ്യൻ പിതാവ് രക്തസാക്ഷിയായി. പിന്നീട് ഫാബിയൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ശരീരം റോമിലേക്ക് കൊണ്ടുവന്ന് കലിക്സ്റ്റസിൻ്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ആശ്ചര്യകരമെന്ന് പറയട്ടെ, സഭ പോൻഷ്യൻ മാർപ്പാപ്പയുടെയും സഭയിലേക്ക് മടങ്ങിവന്ന ഹിപ്പോളിറ്റസിൻ്റെയും തിരുനാൾ ഒരേ ദിവസം ഓഗസ്റ്റ് 13 ആഘോഷിക്കുന്നത്.
സഭയുടെ ഐക്യത്തിനു വേണ്ടി സ്വയം ത്യാഗം ചെയ്ത ആ വലിയ വിശുദ്ധൻ്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.